ഒന്നും പറയാം, രണ്ടുപേരും പൊളിച്ചടിക്കിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എങ്ങനെയാണ് ഈ സാധിച്ചതെന്ന് എനിക്ക് അത്ഭുതപ്പെട്ടു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. ആര്യയുടെയൊക്കെ കരിയറിൽ ഇത്രയും വലിയൊരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് വരെ എനിക്ക് സംശയമായി. ഈ ലുക്കല്ല കേട്ടോ, ആ സിനിമയെ കണ്ടൊരു ഇതാണോ ആ കഥാപാത്രം എന്നിപ്പോൾ ചിന്തിക്കും ഈ ലുക്ക് കാണുമ്പോൾ. എങ്ങനെയാണ് ഈ സിനിമ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ വലിയ സബ്ജക്റ്റാണ്, കേരളം ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റാണ്. ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കഥയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം, നേരിട്ട് അനുഭവിച്ച ഒരാളെ. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചതറിയാം? എനിക്ക് ഓസ്ലർ കഴിഞ്ഞിട്ട് എന്നെ സുനിലേട്ടനാണ് അനുരാജും അഭിനും ഇങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട്, മീറ്റ് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഭിനും അനുരാജും കൂടിയാണ് എന്നോട് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഭൂസമരം റിലേറ്റഡ് അങ്ങനെയാണ്. അപ്പോൾ ഈ സമരത്തിനെ ലീഡ് ചെയ്യുന്ന ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പം അന്ന് എനിക്ക് റെഫറൻസ് പറഞ്ഞത് നമ്മുടെ ജാൻ മാമിനെയാണ്. റെഫറൻസായിട്ട് ആർക്ക് വേണമെങ്കിൽ ജാൻ മാമിനെ നോക്കാം. ജാൻ മാമിനെ മാത്രമല്ല അജയനെ നോക്കാം, നമ്മുടെ ഗൗരിയമ്മേനെ നോക്കാം അങ്ങനെ പറഞ്ഞു. കൂടുതലും നമ്മൾ ജാൻ മാമിനെ ഉള്ളതല്ലേ. അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു ഭൂസമരമൊക്കെ നടത്തി ഇപ്പോഴും ലൈവായിട്ട് രംഗത്തുള്ള ഒരാൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലം അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നു. ഇത് ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി, അന്ന് എന്നോട് റാവുള ഭാഷ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് എനിക്ക് റാവുള ഭാഷ നമ്മളൊന്നും ഇല്ല, നമുക്ക് സെറ്റിൽ വരുമ്പോൾ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ എന്താ, എനിക്ക് അന്നേരം അറിയായിരുന്നു ഇത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. ഞാൻ പറഞ്ഞു എങ്ങനെ എന്തിൻ്റെ പേരിലാണെങ്കിൽ, രമേഷിൻ്റെ പേരിലാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല എനിക്ക്, പക്ഷെ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണം. കാരണം സ്റ്റോറി കേട്ടിട്ട് ഇത് എനിക്കുള്ള, ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. കാരണം നമ്മൾ കരിയറിൽ വളരെ റെയറായിട്ടാണ് ഇതുപോലെ നമുക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു റെയർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ക്യാരക്ടർ. എനിക്കൊന്ന് ഈ ജാനു എന്ന് വെച്ചാൽ സമര ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ ആദിവാസികളിൽ പോരാടിയ ഒരു വ്യക്തിയാണ്. ജാനുവിൻ്റെ ജീവിതം തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ജീവിതത്തിലേക്ക് ജാനു തിരിച്ചുപോയി, ഓട്ടോമാറ്റിക് വേറെ ജീവിതത്തിലേക്ക് പോയി. അത് ഈ സമരത്തിന് ശേഷമുള്ള ജീവിതവും സമരത്തിന് മുമ്പും സമരത്തിൻ്റെ ഇടയ്ക്കുള്ള ജീവിതം, 3 തട്ടിലാണ് ജാനുവിൻ്റെ ജീവിതം. ജാനു എനിക്കൊന്ന് കേരളത്തിൽ പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവാണ്, കേരളത്തിൽ പോലും ഇല്ല എന്നാണ് ഒരിക്കലും പറ്റാമെന്ന് എൻ്റെ അറിവ്. സ്കോട്ട്ലാൻഡിൽ ഞാനങ്ങനെ ബന്ധപ്പെടാൻ നോക്കിയത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഈ സിനിമയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നോക്കിയാണ്. അന്നൊക്കെ ഞാൻ വിളിക്കുന്ന ഒരാളായിരുന്നു, സമരവുമായി ബന്ധപ്പെട്ട് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ജാനുവിനൊക്കെ വിളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. ആ ജാനുവിൻ്റെ ജീവിതം ഒരു സ്റ്റൈലുണ്ട് അല്ലേ, അതൊക്കെ ഞാൻ നേരിട്ട് കണ്ട ജാനുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ആ നടപ്പാണെങ്കിലും നോട്ടമാണ്. എനിക്കൊന്ന് ഒരു ആദിവാസി മേഖലയിൽ നിന്ന് വന്നവർ അവർ തലയുയർത്തി പിടിച്ച് നേർക്ക് സംസാരിക്കുള്ളൂ. അവരൊരിക്കലും തല കുമ്പിടില്ല. നമ്മൾ മൊത്തത്തിൽ നമുക്കൊരു കള്ളത്തിനോട് തല കുമ്പിട്ടേ സംസാരിക്കുള്ളൂ. പക്ഷെ അവർ നേരായി കണ്ണ് കറക്റ്റ് ലുക്കിൽ കൊടുക്കും. അതൊക്കെ ആ നോട്ടം എല്ലാം എങ്ങനെയാണ് എത്തി? ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് എല്ലാവരും കാണുമായിരുന്നു. കാരണം എങ്ങനെയാ സംസാരിക്കുന്ന രീതി, എങ്ങനെയാ ആ ഒരു കാര്യം പറയുമ്പോൾ ഒരു ത്രോ ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ, അത് ഞാൻ ഇരുന്ന് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇരുന്ന് കേൾക്കുമായിരുന്നു. അതുപോലെ നടപ്പ്. പിന്നെ മാം എഴുതിയ ബുക്ക് ഞാൻ നോക്കിയിരുന്നു. കാരണം അവർ ആദ്യത്തെ ഒരു ടൈം മുതൽ എങ്ങനെ സമരം വരെ, ഞാൻ ബേസിക്കലി അത്ര വായിക്കുന്ന ആളല്ല, പക്ഷെ അറിയണമെന്ന് തോന്നിയോണ്ട് ഞാൻ മാമിൻ്റെ ബുക്ക് വായിച്ചിരുന്നു. അപ്പോൾ അതുപോലെ പിന്നെ ചാലഞ്ചിങ് ആയിട്ട് അപ്പോഴും നിന്നത് ഈ ഭാഷയാണ്. പക്ഷെ അത് ഷൂട്ടിംഗ് ടൈമിൽ അവർ പറഞ്ഞു നമ്മൾ റാവുള ഭാഷ മാറ്റി സാധാരണക്കാർക്ക് എന്തെങ്കിലും കുറച്ചും കൂടി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പണിയ ഭാഷ, നമ്മുടെ കൂടെ അഭിനയിച്ചൊരു പണിയ ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പണിയ ഭാഷ ഫിക്സ് ചെയ്തു. പിന്നെ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും. അവരുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നല്ലേ? ആ ഭാഷയ്ക്ക് കുറേ ടൈം എടുക്കേണ്ട വന്നു പഠിക്കാൻ. നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്
അവർ ജസ്റ്റ് ഇങ്ങനെ ഓഡിയോ, അവർ ചില ഡയലോഗുകൾ അവർ പറഞ്ഞിട്ട് ഓഡിയോ അയച്ചു തരുമായിരുന്നു. അതായത് പ്രൊനൗൺസ് ചെയ്യണം എങ്ങനെയാണെന്നുള്ള, അതായത് ഇങ്ങനെ ഡയലോഗ് പറയണം എന്നുള്ളതല്ല, ജസ്റ്റ് പ്ലെയിനായിട്ടൊരു ഓഡിയോ അയച്ചു തരും. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഊരിൽ കൊണ്ടുപോയായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് നമ്മളൊരു മീറ്റപ്പ് പോലെ ഉണ്ടായിരുന്നു. അമ്മമാരെയും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെറ്റിൽ വരുമ്പോൾ അവരവിടെ ഉണ്ട്. അവരപ്പം നമ്മളെ സംസാരിച്ച് നമ്മൾ മിങ്കിളായി കഴിഞ്ഞാൽ പിന്നെ അവരത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. വളരെ കാര്യമായിട്ട്, അത് ഒരു ജെനുവിനായിട്ടുള്ളൊരു സ്മൈലാണ്. അവർക്ക് ചിരിക്കാൻ തോന്നില്ലെങ്കിൽ അവർ ചിരിക്കില്ല, പക്ഷെ അവർ നമ്മളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരിയാണ്. അതാണ് പറഞ്ഞത്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അനുഭവിക്കണം, നമ്മൾ കണ്ടുപിടിക്കണം. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പല മേഖലകളിലും ശബ്ദമുയർത്തുന്ന ശബ്ദങ്ങളൊന്നും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഈ സിനിമയാണ് ശബ്ദിക്കുന്നത്. ഇപ്പോൾ ആദിവാസികൾക്ക് വേണ്ടി ഈ സിനിമ ശബ്ദിക്കപ്പെട്ടിരിക്കുന്നു. പണ്ടത്തെ രാഷ്ട്രീയക്കാർ, ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ഈ സിനിമ കാണണം. രാഷ്ട്രീയത്തിന് കണ്ണുറയുന്നത് കണ്ടില്ലേ? രാഷ്ട്രീയങ്ങളിൽ മറക്കാൻ ശ്രമിച്ചതാണ് ഈ നരിവേട്ടയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പലതും മറക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും ഓർമ്മപ്പെടുത്തണമാണ് നരിവേട്ട. അതിന് അൻരാജ് ടീമിന് വലിയ കൈയടി കൊടുക്കണം. കാരണം ആ ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് ചെയ്യാനുള്ള ചങ്കൂറ്റം. ഇനി എന്തൊക്കെ എതിർപ്പുകളും ഉണ്ടാവും എന്നൊക്കെ കാത്തിരുന്ന് കാണും വരും ദിവസങ്ങൾ. അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നൊരു സിനിമയായിരിക്കും. പ്രണവേ, എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല, എങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് എനിക്കറിയില്ല. ജീവിച്ചു കാണിച്ചു സിനിമയിൽ. ജീവിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണു നിറഞ്ഞ സീൻ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, ആ സീൻ പറയില്ല, സിനിമ കണ്ട. അതിലൊരു കഥാപാത്രം നായയുണ്ട്. അതിൽ സിനിമയിൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു നായയുണ്ട്. അതെനിക്ക് പറയാൻ പറ്റും, നായയെ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു 2-3 സീനുകൾ നമ്മളെ വല്ലാതെ മനസ്സങ്ങ് വേദനിപ്പിച്ചു കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ പ്രണവിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് എന്ത് ഇമോഷൻ ഉള്ളിലെടുത്തുകൊണ്ടാണോ സംസാരിക്കുന്നത് അതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ ഇമോഷൻസ് എനിക്ക് അവിടെ ഡയറക്റ്റായിട്ട് ഇത്രയും ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴും, അതായത് അതൊരു ക്യാരക്ടറാണ്. അവരെ ഞാൻ ഓൾമോസ്റ്റ് 40-45 ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനായിരുന്നു ആ നായ. അപ്പോൾ കൂടെ തന്നെയാണ്, എൻ്റെ കൂടെയുള്ളൊരു അംഗമായി മാറിയിരുന്നു. പിന്നെ അവനും ഞാനും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നതും അങ്ങനെയായിരുന്നു. കാരണം ഒരു 1000-1500 പേര് വർക്ക് ചെയ്യുന്നൊരു സെറ്റിൽ അത് ട്രെയിൻഡ് ഡോഗാണ്. അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസും നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും അവൻ ആ കമൻറ്റ് റിസീവ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നൊരു കാര്യമൊക്കെ അതിൻ്റെ ട്രെയിനർ അതിന് അടിപൊളിയായിട്ട് ചെയ്തു. അത് ക്ഷമയോടെ എടുക്കാനുള്ള ഒരു മനസ്സ് അനുരാജ് ചേട്ടൻ അവിടെ കാണിച്ചു. കാരണം മനുഷ്യരെ വെച്ച് എടുക്കുന്ന പോലെയല്ല മൃഗങ്ങളെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു കംഫർട്ടബിലിറ്റി നോക്കണം. അവർ 2-3 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാഡായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ടോയ് ചേട്ടനാണെങ്കിലും ഇപ്പോൾ അവനൊരു സീനിൽ വർക്ക് ആകുന്നില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ടോയ് ചേട്ടൻ അവനെ പ്രൊവോക്ക് ചെയ്യും. ലൈറ്റായിട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിയുമ്പോൾ അവൻ, അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ ഓപ്പോസിറ്റ് അവനും അഭിനയിക്കും. അതൊക്കെ മാജിക് ആയിരുന്നു ശരിക്കും. അത് സ്ക്രീനിൽ ഇങ്ങനെ എല്ലാവരുടെ കൂടെയും കണ്ടിട്ട് അത് ഐക്കെ പോലെയുള്ളവർ അത് പറയുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ആ ട്രെയിനർ കേൾക്കുമ്പോൾ പുള്ളിക്കാരന് ഒരുപാട് സന്തോഷം ഉണ്ടാകും. ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നരിവേട്ട എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.